എഴുന്നേക്കാൻ പോലും വയ്യാതെ എൻ്റെ ശരീരം മാസകലം നീരായിട്ട് ഞാൻ കിടക്കുകയായിരുന്നു. 2 ആഴ്ചയ്ക്ക് മുമ്പേ ഹോസ്പിറ്റലിൽ നീരായിട്ട് പോയപ്പം ഡോക്ടർ സ്കാനിങ്ങിനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ 2-3 സ്കാൻ ചെയ്ത് മാമോഗ്രാം ചെയ്ത് അപ്പം ലിവറിന് കംപ്ലൈൻ്റ് ഉണ്ട്, കിഡ്നി പ്രശ്നമുണ്ട്, നെഞ്ചിലൊരു മുഴയുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു. RCCയിലത്തേക്ക് വിടുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് ജോലിക്ക് പോകുമ്പം ജോലി സ്ഥലത്ത് വെച്ച് ഞാൻ ഇനി ഇടതുവശം കംപ്ലീറ്റ് നീരായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് പാസ്റ്ററെ വിളിച്ച് പാസ്റ്റർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് RCCയിലേക്ക് വിടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറായിരുന്നു. അമ്മ അനുഭവിച്ച വേദന മൊത്തം കണ്ടൊരു മകളാണ് ഞാൻ. ദൈവം നമ്മുടെ ഇവിടെ ഇത്രയും സമയത്ത് ഈ ആരാധനയ്ക്ക് എനിക്ക് നിർത്താനായിട്ട് എന്നെ ഇടവരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. കഴിഞ്ഞ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പാസ്റ്റർ എല്ലാവരും എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. കാരണം എൻ്റെ വീട് മൊത്തം മുഷിഞ്ഞ് കിടക്കുക. എനിക്ക് തൂത്തുവാരനോ വൃത്തിയാക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ മക്കൾ എന്നെ പിടിച്ചെഴുന്നേറ്റ ബാത്റൂമിൽ പോലും കൊണ്ടുപോകുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ച് ഞാൻ അതുവരെ എഴുന്നേക്കാത്ത ഞാൻ അന്ന് എഴുന്നേറ്റ്. കാരണം ഞാൻ ആഹാരം കഴിക്കുമ്പോൾ മൊത്തം ഛർദ്ദിച്ച് കളയുമായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് കുടിക്കാനോ ഇന്ന് എഴുന്നേറ്റ് നിൽക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് പോയില്ല. പിറ്റന്ന് തൊട്ട് ഞാൻ ആഹാരം കഴിച്ചു തുടങ്ങി. ഛർദ്ദിലൊക്കെ മാറിയായിരുന്നു. ഈ ബുധനാഴ്ച തൊട്ട് ഞാൻ പഴയതുപോലെ ജോലിക്കും പോയി തുടങ്ങി. നിങ്ങളെല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം മരുന്ന് ഒത്തിരി നാൾ കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ദൈവം തമ്പുരാൻ ഇത്രത്തോളം നിർത്തി. കാരണം ഒരുപാട് നന്ദി ലിജോ പാസ്റ്ററോട് പറയാനുണ്ട്. പല തീരെ മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചുകൊണ്ടുവന്ന പാസ്റ്ററാണ്. എനിക്ക് അച്ഛനും അമ്മയും കൂടപ്പുറപ്പുണ്ടെങ്കിലും അവരാരും എന്നെ വിളിക്കത്തില്ല. ഒരമ്മയെ പോലെ വിളിക്കുന്ന ലിസി ആൻറ്റി മാത്രമാണ് എന്നെ എന്നും വിളിച്ച് എൻ്റെ വിശേഷം ചോദിക്കുന്നത്, എല്ലാം ചോദിക്കുന്നത്. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം.